ഇത് മാതാജി ചെല്ലിക്കോ? ഇല്ലേ? ആരും ഇല്ലേ? ചെല്ല. ചെല്ലിക്കോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 25. തഥായം ചാവതാരസ്തേ ഭുവോ ഭാരജിഹീർഷയാ സ്വാനാം ചാനന്യഭാവാനാം അനുധ്യാനായ ചാസകൃത്. വിവർത്തനം. ശ്രീല പ്രഭുപാദ് ജയ്. അപ്രകാരം ലോകഭാരം അകറ്റുവാനും അങ്ങയുടെ മിത്രങ്ങളുടെ സവിശേഷമായി നിരന്തരം അങ്ങയിൽ തന്നെ നിമഗ്നരായ അങ്ങയുടെ അനന്യഭക്തരുടെ നന്മയ്ക്കായും അങ്ങ് അവതരിക്കുന്നു. ഹരേ കൃഷ്ണ. മാതാജി മാതാജി പ്രണാമം. മാതാജി പ്രണാമം. സമയമായില്ലല്ലോ, ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. വസന്ത മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. 41 അല്ല, സോറി, 25. ശ്ലോകം 26. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. നിമിതം സ്ഥിത്കുതോ വേദി ദേവദേവതനവേത്മ്യഹം സർവതോ മുഖമായാദി തേജ പരമദാരുണം. വിവർത്തനം. ശ്രീല പ്രഭുപാദക്കിരി. അല്ലയോ ദേവാദിദേവ, എപ്രകാരമാണ് ഈ വിപത്കരമായ തേജസ് സർവദിശകളിലും വ്യാപിക്കുന്നത്? എവിടെ നിന്നാണ് ഇത് നിസ്സരിക്കുന്നത്? എനിക്കിത് മനസ്സിലാവുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 27. ശ്രീ ഭഗവാനുവാച വേത്തേതം ദ്രോണപുത്രസ്യ ബ്രഹ്മമസ്ത്രം പ്രദർശിതം നൈവാസോ വേദസംഹാരം പ്രാണബാധ ഉപസ്ഥിതേ. വിവർത്തന. ശ്രീല പ്രഭുപാദ് ജയ്. പരമദിവ്യത്വം പുരുഷൻ അരുളി ചെയ്തു, ദ്രോണപുത്രന്റെ പ്രവൃത്തിയാണിതെന്ന് എന്നിൽ നിന്ന് നീ അറിയുക. അണുശക്തിയുടെ അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രത്തിന്റെ മന്ത്രോച്ചാരണങ്ങൾ അവൻ പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഉഗ്ര തേജസ്സിനെ പിൻവലിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവന് അറിയില്ല. ആസന്നമായ മൃത്യുവിനെ ഭയപ്പെടുകയാൽ നിസ്സഹായനായിട്ടാണ് അവൻ ഇപ്രകാരം പ്രവർത്തിച്ചത്. ഹരേ കൃഷ്ണ മാതാജി പ്രണാമ. മാതാജി ആരെങ്കിലും ചെല്ലിക്കോ? പങ്കജാക്ഷിമാ. ആരുണ്ട് എടുത്തു വെച്ചവര്? ചെല്ലി. ശ്ലോകം 28. ഓം നമോ ഭഗവതേ വാസുദേവായ. നഹ്യസ്യാന്യതമം കിഞ്ചിദസ്ത്രം പ്രത്യവകർഷണം ജഹ്യസ്ത്ര തേജ ഉന്നദ്ധം അസ്ത്രജ്ഞോഹ്യസ്ത്ര തേജസാ. ശ്രീല പ്രഭുപാദ് ജയ്. വിവർത്തനം. അല്ലയോ അർജുന, ഈ അസ്ത്രത്തെ നിർവീര്യമാക്കാൻ മറ്റൊരു ബ്രഹ്മാസ്ത്രത്തിനു മാത്രമേ സാധിക്കുകയുള്ളൂ. അസ്ത്രശാസ്ത്രത്തിൽ നിപുണനായ നീ ഈ അസ്ത്രത്തിന്റെ തേജസ്സിനെ നിന്റെ സ്വന്തം അസ്ത്രത്തിന്റെ ശക്തിയാൽ ശമിപ്പിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ചെല്ലിക്കോളൂ. തുടങ്ങാം മാതാജി. ഭഗവതേ വാസുദേവായ. സൂത ഉവാച ശ്രുത്വാ ഭഗവതാ പ്രോക്തം ഫാൽഗുന പരവീരഃ സ്പൃഷ്ടാസ്പസ്തം പരിക്രമ്യ രാമം ബ്രഹ്മാസ്ത്രം സന്തതേ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് ശ്രീ സൂത ഗോസ്വാമി അരുളി ചെയ്തു, പരമദിവ്യോത്തമ പുരുഷനിൽ നിന്നും ഇപ്രകാരം ശ്രവിച്ച അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത ശേഷം ശുദ്ധീകരണാർത്ഥം ജലത്തെ സ്പർശിച്ച് നേരത്തെയുള്ള ബ്രഹ്മാസ്ത്രത്തെ പ്രതിരോധിക്കാനായി തന്റെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷ ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം വികൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സവദാന്തികം. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ
ശ്രീമതേ ജയപതാക സ്വാമിന്നിരുനാമിനെ നമാചാര്യപാദായ നിധായ കൃപപ്രദായിനെ ഗൗരവധാമതായ നഗരഗ്രാമതാരിണെ നമാവും വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിരുനാമിനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണെ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ മന്ദിർ ഇസ്കോൺ മംഗലാപുരത്തിന്റെ ഷോർട്ട് ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. കേൾക്കാമല്ലോ അല്ലേ നന്നായിട്ട്? കേൾക്കാം മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 42. ഓം നമോ ഭഗവതേ വാസുദേവായ. തദാഹൃതം പശുവത് പാശബദ്ധം അവാങ്മുഖം കർമ്മ ജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണ അപകൃതം ഗുരുസുതം വാമസ്വഭാവ കൃപയാ നനാമചാം. തദാഹൃതം പശുവത് പാശബദ്ധം അവാങ്മുഖം കർമ്മ ജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണ അപകൃതം ഗുരുസുതം വാമസ്വഭാവ കൃപയാ നനാമച. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. തദാഹൃതം പശുവത് പാശബദ്ധം അവാങ്മുഖം കർമ്മ ജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണ അപകൃതം ഗുരോസുതം വാമസ്വഭാവ കൃപയാ നനാമച. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. തഥാ പദാനുപദാർത്ഥം ശ്രീല പ്രഭാതർക്കിക്ക്. തഥാ അപ്രകാരം ആഹൃതം അകത്തേക്ക് കൊണ്ടുവരപ്പെടുക. പശുവത് പശുവിനെ പോലെ മൃഗത്തെ പോലെ പാശബദ്ധം കയറുകളാൽ ബന്ധിക്കപ്പെട്ട് അവാക്മുഖം നിശബ്ദനായി കർമ്മ പ്രവർത്തികൾ ജുഗുപ്സിതേന അതിനിന്ദ്യമായ മായ നിരീക്ഷ ദർശിക്കയ കൃഷ്ണ ദ്രൗപദി അപകൃതം തരം താണ പ്രവൃത്തി ചെയ്തവൻ ഗുരോഹോ ഗുരു സുതം പുത്രൻ വാമ മനോഹരമായ സ്വഭാവം കൃപയാ നനാമ വണങ്ങി ചാപ്പു. ഇപ്പൊ ഇവിടെ ഇനിയുള്ളത് പറയുന്നത് ദ്രൗപദിക്ക് വാക്ക് കൊടുത്തിരുന്നു. ആരാണ്? അർജുനൻ. ആരാണ്? ഹത്യ നടത്തിയവന് ശിരച്ഛേദം ചെയ്ത് കൊണ്ടുവരും അല്ലെ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്തു? വധിക്കാൻ പറഞ്ഞിട്ടും ഭഗവാൻ പറഞ്ഞിട്ടും അർജുനൻ വധിച്ചില്ല, ഗുരുപുത്രനായതുകൊണ്ട് അല്ലെ. അപ്പൊ എന്താ? കയറുകൊണ്ട് കെട്ടി അവരുടെ കൂടാരത്തിൽ കൊണ്ടുവന്ന് പാഞ്ചാലിയുടെ മുന്നിൽ കൊണ്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി പാഞ്ചാലി എന്ത് ചെയ്യുന്നു? ദ്രൗപദി എങ്ങനെ അശ്വത്ഥാമാവിനോട് പെരുമാറി തന്റെ 5 പുത്രന്മാരെ ഉറക്കത്തില്, അതും ബാലകന്മാരാണ് അല്ലേ അവരെ ഉറക്കത്തില് ഒരു കാരണമില്ലാതെ വധിക്കുകയും ചെയ്തത്. ഇതാണ് അക്രമിയെ എങ്ങനെയാണ് ദ്രൗപദി കൈകാര്യം ചെയ്തത് നമുക്കറിയാം. ദ്രൗപദി ആരാണ്? ഒരു സ്ത്രീയാണ് അല്ലെ. സ്ത്രീകൾക്ക് എന്താണ് എപ്പോഴും കാണുക? ദയ അല്ലെ. അതാണ് നമ്മുടെ മുഖമുദ്ര അല്ലെ, ദയ. അപ്പൊ നമ്മൾ എന്താണ്, എത്ര ക്രൂരമായിട്ട് നമ്മളോട് പെരുമാറിയാലും നമ്മൾ എന്താണ് അത് സഹിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് വാമസ്വഭാവ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ്രൗപദിയുടെ വാമസ്വഭാവത്താൽ കൃപ കൊണ്ട് ആരെയാണ്? ഗുരുസുതത്തിനെ, ഗുരുവിന്റെ സുതം മകനെ, ഗുരുവിന്റെ മകനെ കൃഷ്ണ ദ്രൗപദി എന്ത് ചെയ്തു? വളരെ ദയോടെ നിരീക്ഷിച്ച് എന്ത് ചെയ്തു? അടുത്ത് അവന് വെറുതെ വിടൂ എന്ന് വിളിച്ചു പറയാണ് ചെയ്യുന്നത്. അപ്പൊ പല പല കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ദ്രൗപദി 6 കാരണങ്ങളാൽ അശ്വത്ഥാമാവിനെ വധിക്കാൻ പാടില്ല എന്ന് വാദിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വാദിക്കുക ചെയ്യുന്നത്. കാരണം എന്താണ്? കൃഷ്ണൻ എന്താണ് ഭഗവാൻ പറയുന്നത്? വധിച്ചേക്കുമെന്നല്ലേ.
അർജുനന് ഇച്ചിരി ഒരു സോഫ്റ്റ് കോർണർ തോന്നി, ഗുരുവിന്റെ മകനല്ലേ എന്നുള്ളത് കൊണ്ട്. എന്നാലും തന്റെ 5 മക്കളെ കൊന്നവനല്ലേ എന്നുള്ള ഒരു മനസ്സിലതുണ്ട്. അപ്പൊ ഇവിടെ ദ്രൗപദി 5 പുത്രന്മാരെ നഷ്ടപ്പെട്ടിട്ടും, വിചാരിച്ചിരിക്കാതെ 5 പേര് നഷ്ടപ്പെട്ടതല്ലേ, നഷ്ടപ്പെട്ടിട്ടും ദയ കാണിക്കുകയാണ് ഗുരുപുത്രനോട് എന്നതാണ്. 6 കാരണങ്ങളാണ് അതിൽ പറയുന്നത് നമ്മൾ വരുന്ന ശ്ലോകങ്ങളില്. ഒന്ന്, ധർമ്മ്യം അനുസരിച്ച്, ധർമ്മം അടിസ്ഥാനമാക്കി ബ്രാഹ്മണപുത്രനെ വധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ധർമ്മ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പറയുന്നത് ന്യായം. അതാരാണ്? ദ്രോണരുടെ പുത്രനാണ്, ആചാര്യന്റെ മകനാണ് അല്ലെ, ദ്രോണ ആചാര്യന്റെ മകനാണ്. അതാണ് ന്യായം പറയുന്നത്. അടുത്തെന്താണ്? കരുണം, കരുണ കാണിക്കുകയാണ്, അങ്ങേയറ്റത്തെ കരുണ. കാരണം എന്താ? ദ്രോണർ മരിച്ചു എങ്കിലും ദ്രോണരെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ മകൻ അല്ലെ. അങ്ങനെ എന്ത് ചെയ്യുന്നു? കരുണ കാണിക്കുന്നു, ആചാര്യന്റെ മകനോട് കരുണ കാണിക്കുന്നു. പിന്നെ എന്താണ്? ഒരു മകനേ ഉള്ളൂ. ആർക്ക്? ദ്രോണരുടെ വിധവയ്ക്ക്, കൃപിക്ക് ഒരു മകനേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ്? കൊല്ലാൻ പാടില്ല. ഈ മകൻ ആരെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു? വിധവയായ അമ്മയെയും മരിച്ചുപോയ പിതാവിനെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. അടുത്ത് പറയുന്ന നിർവ്യാളികം. നിർവ്യാളികം എന്ന് വെച്ചാല് ഇതാണ്, കാപട്യമില്ലാത്ത സ്വഭാവത്തില് പറയുകയാണ്. കുലീനമായ കുടുംബ അംഗമാണ് ഈ അശ്വത്ഥാമാവ്. ദ്രോണാചാര്യന്റെ കുടുംബം എന്ന് വെച്ചാൽ കുലീനമാണ് അല്ലെ, ആ കുടുംബത്തിലെ അംഗമാണ്. അപ്പൊ അവരോട് ഏറ്റവും നല്ല ബഹുമാനത്തോടെ വേണം പെരുമാറാൻ. അതാണ് നിർവ്യാളികം എന്ന് പറയുന്നത്. അടുത്ത് പറയുന്ന സമം. കാരണം എന്താണ്? ഞാനും മാതാവ്, എൻ്റെ 5 പുത്രന്മാർ മരിച്ചപ്പോ എനിക്ക് അതിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകും അല്ലെ. പിന്നെ ആണെങ്കിലോ ഇവന്റെ അമ്മയാണെങ്കിലോ വിധവയാണ് അല്ലെ, ഭർത്താവ് മരിച്ച ദുഃഖത്തിൽ ഇരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാ അവർ സതി അനുഷ്ഠിക്കാത്തത്? ഭർത്താവിനോടൊപ്പം മരിക്കാത്ത എന്തായിരുന്നു? ഈ മകനുള്ളത് കൊണ്ടാണ്. അപ്പോ ഈ മകൻ കാരണം അവർ ജീവിച്ചിരിക്കുന്നു. അപ്പൊ ഈ മകനും മരിച്ചാൽ അവർക്ക് പുത്ര ദുഃഖവും താങ്ങാൻ പറ്റത്തില്ല അല്ലെ. ഞാൻ പുത്ര ദുഃഖം അനുഭവിക്കുന്നു, അവരിപ്പോ വിധവാ ദുഃഖം അനുഭവിക്കുന്നു. ഇനി പുത്രനും കൂടെ മരണപ്പെട്ടാൽ അവർക്ക് അത് താങ്ങാൻ പറ്റില്ല. അപ്പൊ സമം, എന്നെ പോലെ അവരും ആകത്തില്ലേ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ടുപേരും തുല്യ ആകത്തില്ലേ? അപ്പൊ അത് വേണോ അല്ലെ? നമ്മളാണെങ്കിലും ചോദിക്കും അല്ലെ, അത് വേണോ? ഞാൻ എന്തായാലും അനുഭവിക്കുന്നു, ഇനി വേറൊരാളും കൂടെ എന്തിനാ അനുഭവിക്കുന്നത്? അതാണ് സമം എന്ന് പറയുന്നത്. പിന്നെ അവസാനത്തത് മഹത്ത്. മഹത്തരമായ കാര്യമാണ് പറയുന്നത്. എന്താന്ന് വെച്ചാല് ബ്രാഹ്മണർ എപ്പോഴും സമൂഹത്തിൽ 1-ാം സ്ഥാനത്താണ് അല്ലെ. വർണ്ണങ്ങളില് ഏറ്റവും ഉന്നത സ്ഥാനം ആർക്കാണ്? ബ്രാഹ്മണർക്കാണ്. ക്ഷത്രിയർ അവരെ ബഹുമാനിക്കേണ്ടവരാണ്. അവരുടെ ഉപദേശം അനുസരിച്ചാണ് ഭരണം നടത്തേണ്ടത്, പൂജാതി കർമ്മങ്ങൾ നടത്തേണ്ടത്. അപ്പൊ ക്ഷത്രിയർ എപ്പോഴും ബ്രാഹ്മണരുടെ കീഴിൽ വരുന്നവരാണ്. ആ ബ്രാഹ്മണ ശാപം ഏൽക്കാതെ നമ്മൾ നോക്കണം. അപ്പൊ എന്താണ്? ബ്രാഹ്മണർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം നിയന്ത്രിക്കുന്ന അവരാണ്, പൂജകൾ ചെയ്യുന്ന അവരാണ്. അവർക്കപ്പോ ശപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഹ്മണ ശാപം ഏൽക്കാതെ നോക്കണം. അപ്പൊ ഈ 6 കാരണങ്ങളാലാണ് ധർമ്മ്യം, ന്യായം, സകരുണം, സകരുണം, നിർവ്യാളികം, സമം, മഹത്വം. ഈ 6 കാരണങ്ങൾ വരും ഈ ഓരോരോ ശ്ലോകങ്ങളിലായിട്ട് ദ്രൗപദി നിരത്തുകയാണ്. അശ്വത്ഥാമാവിനെ ഒരു കാരണവശാലും വധിക്കാൻ പാടില്ല എന്ന് കാരണം നിരത്തി വാദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ എന്താണ്? വിവർത്തനം ശ്രീല പ്രഭുപാദർക്ക് ജയ്. ശ്രീ സൂത ഗോസ്വാമി അരുളി ചെയ്തു, പരമനിന്ദ്യമായ വധം ചെയ്തതാകയാൽ അയാൾ എന്ത് ചെയ്യുന്നു? നിശബ്ദനും കയറാൽ മൃഗത്തെ പോലെ ബന്ധിക്കപ്പെട്ടവനുമായ അശ്വത്ഥാമാവിനെ ദ്രൗപദി വീക്ഷിച്ചു. അപ്പൊ എന്താണ്? സസൂക്ഷ്മം നോക്കി അല്ലെ. മകന്റെ ഘാതകനാണ്, മക്കളുടെ ഘാതകനാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ കൊണ്ടുവന്നിരിക്കുന്നത്? മൃഗത്തെ പോലെ കയറാൽ ബന്ധിക്കപ്പെട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അയാൾ വലിയ വീരനാണ്, പക്ഷെ ഇപ്പൊ എന്താണ്? നിശബ്ദനാണ്. അവളുടെ സ്ത്രീ സഹജമായ സ്വഭാവത്താലും സ്വാഭാവികമായി സദ്ഗുണ സമ്പന്നയും ഉത്തമ പെരുമാറ്റ ശീലങ്ങൾ ഉള്ളവളും ആകയാൽ
ബ്രാഹ്മണൻ എന്ന നിലയിൽ അശ്വത്ഥാമാവിങ്കൽ യഥോചിതമായ ആദരവ് പ്രകടിപ്പിച്ചു. നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കേണ്ടവരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബഹുമാന സൂചകമായിട്ട് നമ്മൾ തൊഴുകയോ അല്ലെങ്കിൽ നമ്മൾ ആണെങ്കിൽ ഹരേ കൃഷ്ണ എന്ന് പറയല്ലോ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? അയാളെ ബഹുമാനിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ സ്ത്രീ ആയിട്ടുള്ള സ്വഭാവം, സ്ത്രീ സഹജ സ്വഭാവം, പിന്നെ ഏതാണ്? പെരുമാറ്റശീലമുള്ള ആരുടെയൊക്കെ ഭാര്യയാണ്? ധർമ്മിഷ്ഠരായ പാണ്ഡവരുടെ ഭാര്യയാണ് അല്ലെ, രാജ്ഞിയാണ്. പിന്നെ ഏതാണ്? രാജാവിന്റെ ഏതാണ്? പുത്രിയാണ്, രാജകുമാരിയാണ് അല്ലെ, ദ്രുപദ രാജാവിന്റെ പുത്രിയാണ്. അപ്പൊ എന്താണ് ആ ശീലം? പിന്നെ കുരുവംശത്തിലെ മരുമകളാണ് അല്ലെ, കുരുകുലത്തിലെ മരുമകളാണ്. അപ്പൊ ഏറ്റവും നല്ല പെരുമാറ്റശീലമായിരിക്കണം ആർക്കുണ്ടാകേണ്ടത്? ദ്രൗപദിക്ക്. അപ്പൊ അങ്ങനെ സദ്ഗുണ സമ്പന്നയും ഉത്തമ പെരുമാറ്റശീലവും ഉള്ളവളാകയാൽ ഇയാൾ ആരാണ്? ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ എന്ന നിലയിൽ അശ്വത്ഥാമാവിങ്കൽ യഥോചിതമായ ബ്രാഹ്മണന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും കൊടുത്ത് എന്ത് ചെയ്തു? താണ് തൊഴുതു എന്നാണ് ഇവിടെ പറയുന്നത്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. അശ്വത്ഥാമാവ് സ്വയം ഭഗവാനാൽ ദണ്ഡനാർഹനാണെന്ന് വിധിക്കപ്പെട്ടിരുന്നു. ശ്രീകൃഷ്ണൻ ഭഗവാൻ പറഞ്ഞു, പല പല കാരണങ്ങൾ നിരത്തി അല്ലേ, അങ്ങനെ ഇയാൾക്ക് എന്ത് കൊടുക്കണം? വധശിക്ഷ കൊടുക്കണം. ഒരു ബ്രാഹ്മണപുത്രനെ പോലെയോ അല്ലെങ്കിൽ ഒരു ഗുരുപുത്രനെ എന്ന പോലെയോ അല്ലാതെ അവൻ അർജുനനാൽ ഒരു കുറ്റവാളിയെ പോലെ ഉപചരിക്കപ്പെട്ടു. അപ്പൊ കയറിട്ട് വലിച്ചു കൊണ്ടുവരികയായിരുന്നു. അപ്പൊ അതെന്താണ്? ഒരു ബ്രാഹ്മണൻ എന്ന രീതിയിലോ ഗുരുപുത്രൻ എന്ന രീതിയിലോ അല്ല കൊണ്ടുവന്നത് അല്ലെ. അപ്പൊ ശ്രീകൃഷ്ണനും അർജുനനും കൂടെ ചേർന്നാണ് അങ്ങനെ കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ ബഹുമാനം കൊടുത്തില്ല എന്നാണ്. എന്നാൽ ശ്രീമതി ദ്രൗപദി സമക്ഷം അവൻ കൊണ്ടുവരപ്പെട്ടപ്പോ സ്വപുത്രന്മാരുടെ വധത്തിൽ ദുഃഖാർത്ഥയെങ്കിലും അവരുടെ ഘാതകനാണ് തന്റെ മുന്നിൽ എങ്കിലും സാധാരണ ഒരു ബ്രാഹ്മണന് അഥവാ ബ്രാഹ്മണപുത്രന് നൽകേണ്ടുന്ന യഥാവിധമായ ഉപചാരമൊന്നും അവർക്ക് നൽകാതിരിക്കാനായില്ല. അപ്പൊ എന്താണ്? 5 മക്കളെ കൊന്നവനാണ് എങ്കിലും എന്ത് ചെയ്തു? താൻ ദുഃഖാർത്ഥയാണ് എങ്കിലും ബ്രാഹ്മണപുത്രനെ കണ്ടപ്പോ എന്ത് ചെയ്തു? ബ്രാഹ്മണൻ എന്ന നിലയ്ക്ക് ബ്രാഹ്മണപുത്രനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? യഥാവിധി വേണ്ട പോലെ എന്ത് ചെയ്തു? ആദരവ് പ്രകടിപ്പിച്ചു. അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല എന്നാണ്. ഒരു സ്ത്രീ എന്ന നിലയിലുള്ള അവളുടെ സൗമ്യമായ സ്വഭാവ സവിശേഷത കാരണം ആണിത്. അപ്പൊ ഇവിടെ വാമ സ്വഭാവ എന്ന ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലേ, വാമ സ്വഭാവ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന എന്താണ്? സ്ത്രീ സഹജമായ സ്വഭാവ സവിശേഷതയാണ് അത് എന്നാണ് പറയുന്നത്. ഒരു വർഗം എന്ന നിലയിൽ സ്ത്രീകൾ പൊതുവെ ബാലകരെ പോലെയാണ്, എന്ന് വെച്ചാൽ കുട്ടികളെ പോലെയാണ്. സ്ത്രീകൾ എപ്പോഴും കുട്ടികളെ പോലെയാണ്, ബഹുമാനിക്കേണ്ടവരെയൊക്കെ ബഹുമാനിക്കും. പുരുഷന്മാര് അത്ര ഹൃദയ കാഠിന്യം അവർക്കുണ്ടാവില്ല എന്നാണ്. ബാലകർ എന്ന് പറയുമ്പോൾ അവരിടയ്ക്കിടയ്ക്ക് അവരുടെ ഇത് മാറും അല്ലെ, ഹൃദയം എന്താണ് എളുപ്പം മാറുന്നതാണ്. അപ്പൊ അതേപോലെയാണ് ചഞ്ചലയാണ് സ്ത്രീകള്. പിന്നെ അതേപോലെ തന്നെ കുട്ടികളെ പോലെ ഒരു നിഷ്കളങ്കത്വം ഉണ്ടാകും. ആകയാൽ പുരുഷനെ പോലെയുള്ള വിവേചന ശക്തി അവർക്കില്ല. എന്ന് വെച്ചാൽ എന്താണ്? ബുദ്ധി വേണ്ട പോലെ ഉപയോഗിക്കത്തില്ല. എന്ന് വെച്ചാൽ എന്താണ്? ശിക്ഷിക്കേണ്ടവനെ ശിക്ഷിക്കണം എന്ന ഒരു തോന്നല് സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. ആകയാൽ ദ്രോണാചാര്യരുടെ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന്റെ അയോഗ്യനായ പുത്രനാണ് താനെന്ന് അശ്വത്ഥാമാവ് സ്വയം തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ ബ്രാഹ്മണന് കൊടുക്കേണ്ട ആദിത്യ മര്യാദയൊന്നും കൊടുക്കേണ്ടതില്ലെന്ന് അശ്വത്ഥാമാവ് തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു. ഇക്കാരണത്താൽ പരമാധികാരിയായ ശ്രീകൃഷ്ണനാൽ അവൻ അപരാധി എന്ന് വിധിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് വധിക്കാൻ പറഞ്ഞത്, നിർദ്ദേശിച്ചത് അല്ലെ. എങ്കിൽ തന്നെയും ഒരു ബ്രാഹ്മണന് നേരെയുള്ള സ്വാഭാവികമായ സഭ്യത സൗമ്യമായ ഒരു സ്ത്രീക്ക് പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ വാമ സ്വഭാവം അനുസരിച്ച് ദ്രൗപദി എന്ത് ചെയ്തു? സാധാരണ രീതിക്കുള്ള സഭ്യമായിട്ടുള്ള സൗമ്യമായിട്ടുള്ള പെരുമാറ്റം ആരോട് കാണിച്ചു? അശ്വത്ഥാമാവിനോട്, ഘാതകനോട് കാണിച്ചു. ഇന്നും ഹിന്ദു കുടുംബത്തിലെ സ്ത്രീ, ഹരേ കൃഷ്ണ, രാധമാതാജി മ്യൂട്ട് ചെയ്തോളൂ മാതാജി.
ഇന്ന് ഹരേ കൃഷ്ണ ഹിന്ദു കുടുംബത്തിലെ സ്ത്രീ ഇന്നും ഹിന്ദു കുടുംബത്തിലെ സ്ത്രീ ബ്രാഹ്മണ വർഗത്തോട് ആ ബ്രാഹ്മണ ബന്ധു എത്ര പതിതനും നിന്ദ്യനുമാണെങ്കിലും യഥോചിതമായ ആദരവ് പ്രകടിപ്പിക്കുന്നു. അപ്പൊ ഒരു പൊതു സ്വഭാവമാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നത്. ഇന്നും ഹിന്ദു കുടുംബങ്ങളിലെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? ബ്രാഹ്മണരോട് ബഹുമാനം കാണിക്കുന്നു. ബ്രാഹ്മണ ബന്ധു ആണെങ്കിലും പതിതനാണെങ്കിലും നിന്ദ്യനാണെങ്കിലും എന്ത് ചെയ്യുന്നു? ബഹുമാനം കാണിക്കുന്നു. അതൊരു പൊതു സ്വഭാവമാണ്. ഇപ്പോഴുള്ള സമൂഹത്തിൽ ഇതുണ്ട് എന്നാണ്. അന്നുമുണ്ട് ഇന്നുമുണ്ട്. എന്നാൽ നല്ല ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവനെങ്കിലും ശൂദ്രനേക്കാൾ നിന്ദ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ബ്രാഹ്മണ ബന്ധുക്കളെ പുരുഷന്മാർ എതിർക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ സമൂഹത്തിലെ പുരുഷന്മാർ എന്ത് ചെയ്യുന്നു? തെറ്റ് ആര് ചെയ്താലും അതിനെ എതിർക്കുന്ന, ചോദ്യം ചെയ്യുന്നവരാണ്. അത് ബ്രാഹ്മണൻ എന്നുള്ള വ്യത്യാസമൊന്നും അവിടെ കാണിക്കുന്നില്ല. സ്ത്രീകളാണ് ഈ ബ്രാഹ്മണരെ കൂടുതലായിട്ട് ബഹുമാനിക്കാൻ ശ്രദ്ധിക്കുന്നത്, ശ്രമിക്കുന്നത്. പുരുഷന്മാർ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്ന സവിശേഷ പദം വാമ സ്വഭാവ, അതായത് മാന്യവും സൗമ്യവുമായ സ്വഭാവം എന്നതാണ്. അപ്പൊ ഇതാണ് ഇവിടെ പാഞ്ചാലി കാണിച്ചത്. എന്ത് സ്വഭാവമാണ്? മാന്യമായിട്ടുള്ള സൗമ്യമായിട്ടുള്ള സ്വഭാവം. അല്ലെങ്കിൽ വേറൊരു സ്ത്രീ ആണെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പൊ തന്നെ അശ്വത്ഥാമാവിനെ കൈകാര്യം ചെയ്തേനെ അല്ലെ? അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായേനെ. പക്ഷെ ആരാണ്? ദ്രൗപദി അത് ചെയ്യുകയുണ്ടായില്ല. ഒരു സത് വ്യക്തി അഥവാ സ്ത്രീ ഏതിനെയും അനായാസേന സ്വീകരിച്ച് അംഗീകരിക്കുന്നു. അതായത് എത്ര ദുഃഖം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുന്നു? നല്ല സ്വഭാവമേ കാണിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. അനായാസേന, ഒരു പ്രയാസവും ഇല്ലാതെ എന്ത് ചെയ്യുന്നു? നല്ലത് ചെയ്യാനായിട്ട് തയ്യാറാകുന്നു. എന്നാൽ ശരാശരി ബുദ്ധി വൈഭവമുള്ള ഒരു വ്യക്തി എന്നുവെച്ചാൽ പുരുഷൻ അപ്രകാരം ചെയ്യുന്നില്ല. അപ്പൊ സ്ത്രീകൾ ചെയ്യും, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? പുരുഷന്മാർ അത് അംഗീകരിക്കുന്നില്ല. അതേപോലെ സൗമ്യമായിട്ട് പെരുമാറാനായിട്ട് പുരുഷന്മാർക്ക് സാധിക്കത്തില്ല. അത് നാച്ചുറലായി പ്രകൃതി തന്നെ അങ്ങനെ ഒരു കഴിവ് സ്ത്രീകൾക്ക് കൊടുത്തതായിരിക്കാം. എന്നാൽ പിന്നെ ഇതാണ് കുലമഹിമയും ഉണ്ട്. എന്നാൽ ശരാശരി ബുദ്ധി വൈഭവമുള്ള ഒരു വ്യക്തി അപ്രകാരം ചെയ്യുന്നില്ല. എങ്ങനെയായാലും നമ്മുടെ വിവേചന ശക്തിയെയും പ്രഭുപാദർ ഇവിടെ ഒരു കൺക്ലൂഷൻ പോലെ പറയുകയാണ്. നമ്മൾ അത്രയധികം വിവേചന ബുദ്ധി കാണിക്കേണ്ടതാണ് എന്ന് വെച്ചാൽ മോശമായ ആളുകളോടത്ത് അത്രയ്ക്ക് ദയൊന്നും കാണിക്കണ്ട എന്നാണ്. വിവേചന ശക്തിയെയും ന്യായത്തെയും മാന്യനാകാനായി മാത്രം നാം ഒരിക്കലും ഉപേക്ഷിക്കരുത്. മാന്യനാകാൻ വേണ്ടിയിട്ട് ദയ കാണിക്കുക അങ്ങനെയൊന്നും വേണ്ട എന്ന് വെച്ചാൽ വിവേചന ബുദ്ധി അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഓരോന്നിനെയും അതിൻ്റെതായ യോഗ്യത അനുസരിച്ച് വിലയിരുത്താനുള്ള നല്ല വിവേചന ശക്തി ഒരുവന് ഉണ്ടായിരിക്കണം. അവസരം അനുസരിച്ച് തെറ്റും ശരിയും മനസ്സിലാക്കി തെറ്റിനെ ചോദ്യം ചെയ്യാനും എതിർക്കാനും ശരിയെ ശരിവയ്ക്കാനും ഒക്കെ സാധിക്കണം. ഒരു സ്ത്രീയുടെ സൗമ്യമായ സ്വഭാവത്തെ പിന്തുടർന്ന് കളങ്കിതമായതിനെ ഒരിക്കലും അംഗീകരിക്കരുത്. അപ്പൊ എന്താണ്? സ്ത്രീ അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് എന്താണ്? സമൂഹം മൊത്തം പുരുഷന്മാർ പ്രത്യേകിച്ച് എന്ത് ചെയ്യരുത്? ആ തെറ്റിനെ അംഗീകരിക്കാൻ പോകരുത്. ഇവിടെ അശ്വത്ഥാമാവ് തെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം പാഞ്ചാലി ക്ഷമ കാണിച്ചാലും അതിനെ പിന്തുടർന്ന് എല്ലാവരും അങ്ങനെ ആകണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. സദ്ഗുണ സമ്പന്നയായ ഒരു സ്ത്രീയാൽ അശ്വത്ഥാമാവ് ആദരിക്കപ്പെടാം. പക്ഷേ ഒരു കളങ്കമറ്റ ബ്രാഹ്മണന് തുല്യനാണ് അവൻ എന്ന് അത് അർത്ഥമാക്കുന്നില്ല. അപ്പൊ അയാൾ എന്താണ്? ബ്രാഹ്മണനാണെങ്കിലും അയാൾ എന്താണ്? ബ്രാഹ്മണ ബന്ധു തന്നെയാണ്, കളങ്കമറ്റവനാണ്, കളങ്കമുള്ളവനാണ് അല്ലെ? അപ്പൊ ശരിയായ ബ്രാഹ്മണനല്ല. പാഞ്ചാലി ആദരിച്ചാലും അയാൾ ആദരവിന് അർഹനല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം 43. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉവാച അസഹന്തസ്യ ബന്ധന ആനയനം സതി മുച്യതാം ഏഷ ബ്രാഹ്മണോ നിതരാം ഗുരുഹു. ഇത് പാഞ്ചാലി ഇനി പറയുന്ന കാര്യങ്ങളാണ്. ദ്രൗപദി വധിക്കണ്ട എന്നുള്ളതിന് കാരണങ്ങൾ ഓരോന്നായിട്ട് പറയുകയാണ്.
ഉവാചാച അസഹന്തസ്യ ബന്ധന ആനയനം സതി മുച്യതാം ഏഷ ബ്രാഹ്മണോ നിരതാം ഗുരുഹു. മുച്യത എന്ന് 2 പ്രാവശ്യം പറയാണ്. എന്താണ്? ഉറപ്പിച്ച് പറയാൻ വേണ്ട എന്ന് നമ്മൾ പറയത്തില്ലേ? അതെ എന്ന് നമ്മൾ പറയത്തില്ലേ? അപ്പൊ അത് എന്താണ്? നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വാക്ക് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. മുച്യതാം ഏഷ എന്ന് പറയുന്നത് ബ്രാഹ്മണോ നിരതാം ഗുരുഹു. വായിച്ചോളൂ ഒരാള്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ഉവാച അസഹന്തസ്യ ബന്ധാനയനം സതി മുച്യതാം ഏഷ ബ്രാഹ്മണോ നിതരാം ഗുരുഹു. ഇവിടെ ബന്ധാന എന്നില്ല, ബന്ധന. ഇവിടെ മേളിൽ നോക്കുമ്പോഴറിയാം ദീർഘമില്ല. ബന്ധനാന്നേ ഉള്ളു. ബന്ധന നയനം എന്ന് കിടക്കുന്നത് ബന്ധന ആനയന. ആനയിക്കുക മലയാളം വാക്കല്ലേ, ആനയിക്കുക. അത് തന്നെയാണ് ഇവിടെ സംസ്കൃതത്തിലും വന്നിരിക്കുന്നത്. ആനയനം എന്നാണ്. ബന്ധന ആനയനം, ആനയിച്ചു കൊണ്ടുവന്നു. സതി, നമ്മൾ നേരെ കുന്തി ദേവിയെ സതി എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ വിശിഷ്ടമായ, ശ്രേഷ്ഠമായ എന്നുള്ള ഒരർത്ഥം. ഇവിടെ ധർമ്മിഷ്ഠയായ എന്ന് വെച്ചാൽ ശ്രേഷ്ഠയായിട്ടുള്ള, അല്ലെ? സതി എന്നാണ് ആ ശ്രേഷ്ഠമായ ധർമ്മിഷ്ഠയായ സ്ത്രീകളെ ഒക്കെ വിളിക്കുന്നത് സതി. കുന്തി ദേവി അങ്ങനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ. പദാനുപദാർത്ഥം. ഉവാച അരുളി ചെയ്തു. ചാവും അസഹന്തി അവൾക്ക് അസഹനീയമാകയാൽ. എന്താണ്? ഈ അശ്വത്ഥാമാവിനെ ഇങ്ങനെ കയറുകൊണ്ട് മൃഗത്തെ പോലെ വലിച്ചു കെട്ടി കൊണ്ടുവന്നത് എന്താണ്? ദ്രൗപദിക്ക് അസഹനീയമായി എന്നാണ് ഇവിടെ പറയുന്നത്. അസ്യ അവന്റെ, അശ്വത്ഥാമാവിന്റെ ബന്ധനസ്ഥനായി ആനയനം കൊണ്ടുവന്നത് സതി ധർമ്മിഷ്ഠയായ മുച്യതാം അവനെ ഉടൻ മോചിപ്പിക്കൂ എന്നിങ്ങനെ പറയുകയാണ്. ഏഷഹ ഈ ബ്രാഹ്മണഹ ഒരു ബ്രാഹ്മണൻ നിതരാം നമ്മുടെ ഗുരുഹു ഗുരു. നേരത്തെ പറഞ്ഞില്ലേ? ധർമ്മ്യം അനുസരിച്ച്. ആദ്യം ഞാൻ പറഞ്ഞു ധർമ്മ്യം അനുസരിച്ച്. അതാണ് ഇദ്ദേഹം എന്താണ്? നമ്മുടെ ഗുരുവിന്റെ പുത്രനാണ്. അതുകൊണ്ട് ധർമ്മം അനുസരിച്ച് ധർമ്മിഷ്ഠയായ ദ്രൗപദി പറയുന്നു അവനെ ഉടനെ മോചിപ്പിക്കൂ എന്ന് പറയുകയാണ്. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദർക്ക് ജയം. അശ്വത്ഥമാവ് കയറുകളാൽ ബന്ധിതനായിരിക്കുന്നത് അവൾക്ക്, അതായത് ദ്രൗപദിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ധർമ്മിഷ്ഠയായ സ്ത്രീ ആകയാൽ അവർ ഇപ്രകാരം പറഞ്ഞു. അദ്ദേഹത്തെ സ്വതന്ത്രനാക്കൂ. അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, നമ്മുടെ ഗുരുവാണ്. അപ്പൊ ഇവിടെ അതാണ് ധർമ്മം പറയുന്നത്. ധർമ്മ്യം അനുസരിച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം ആരാണ്? ബ്രാഹ്മണനാണ്. ബ്രാഹ്മണർ എപ്പോഴും എന്താണ്? ഗുരുക്കന്മാരാണ്. അപ്പൊ ദ്രോണർ ഗുരുവായിരുന്നു, ഇദ്ദേഹം ഗുരു അല്ലെങ്കിലും ബ്രാഹ്മണർ സമൂഹത്തില് ഗുരുവിന്റെ സ്ഥാനമാണ് ബ്രാഹ്മണർക്ക്. അവരാണ് വേദങ്ങൾ പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താണ്? ഗുരുവാണ്. ഇവിടെ ദ്രോണാചാര്യർ ബ്രാഹ്മണനാണെങ്കിലും ആയോധന വിദ്യയാണ് പകർന്നു കൊടുത്തത്, അല്ലെ? അപ്പൊ അതും ഗുരു തന്നെയാണ്, അല്ലെ? ആയോധന വിദ്യ പകർന്നു കൊടുക്കുമ്പോഴും ഗുരു തന്നെയാണ്. വേദങ്ങളല്ലെങ്കിലും ഗുരു തന്നെയാണ്. അപ്പൊ അദ്ദേഹം ഗുരുവാണ് എന്ന് വെച്ചാൽ ഗുരു തുല്യനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യുക? സ്വതന്ത്രനാക്കൂ എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ മുച്യതാം അതാണ് ഇവിടെ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കൂ എന്ന് പറയുന്നത്. 2 പ്രാവശ്യം പറയുന്നത്, സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദർക്ക് ജയം. അശ്വത്ഥാമാവിന് ദ്രൗപദിയുടെ സമക്ഷം കൊണ്ടുവന്ന ഉടൻ ഒരു ബ്രാഹ്മണൻ ഇவ்விധത്തിൽ കുറ്റവാളിയെ പോലെ ബന്ധിതാവസ്ഥയിൽ തന്റെ മുന്നിൽ ആനയിക്കപ്പെട്ടത് അവൾക്ക് അസഹ്യമായി തോന്നി. വിശേഷിച്ചും ആ ബ്രാഹ്മണൻ ഗുരുപുത്രനുമാകയാൽ അവൾ അപ്രകാരം ചിന്തിച്ചു. അപ്പൊ എന്താണ്? ബ്രാഹ്മണൻ മാത്രമല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുവിന്റെ പുത്രനും കൂടെയാണ്, അല്ലെ? ആരാണ്? ഇന്നലെ നമ്മൾ പറഞ്ഞു അർജുനന് എല്ലാ വിദ്യകളും, രഹസ്യമായ വിദ്യകളും എല്ലാം, അല്ലെ? ബ്രഹ്മാസ്ത്രമൊക്കെ വളരെ രഹസ്യമായിട്ടുള്ള വിദ്യകളാണ്, അല്ലെ? അതെല്ലാം പകർന്നു കൊടുത്ത ആളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഗുരുവിന്റെ മകനാണിത്. അത് പോയിട്ട് ബ്രാഹ്മണനാണ്. അതുകൊണ്ട് എന്തേക പെട്ടെന്ന് തന്നെ അഴിച്ചുവിടുക, സ്വതന്ത്രമാക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. സഹിക്കാൻ പറ്റിയില്ല എന്നാണ്.
അതുകൊണ്ടാണ് വാമ സ്വഭാവം എന്ന് പറയുന്നത്. ദ്രോണപുത്രൻ എന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അർജുനൻ അശ്വത്ഥാമാവിനെ ബന്ധിച്ചത്. അക്കാര്യം കൃഷ്ണനും സുഗ്രാഹ്യമായിരുന്നു, നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ തന്നെയും ബ്രാഹ്മണപുത്രനെ പരിഗണന കൂടാതെ അവരിരുവരും ഘാതകനെ കുറ്റവാളിയെന്ന് വിധിച്ചു. ബ്രാഹ്മണപുത്രൻ എന്ന പരിഗണന കൂടാതെ എന്ത് ചെയ്തു? അശ്വത്ഥാമാവിനെ കൊലയാളി എന്ന് വിധിച്ചു. വെളിപ്പെടുത്തപ്പെട്ട ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ച് ആത്മീയ ഗുരുവെന്ന പദവിക്ക് അയോഗ്യനെന്ന് സ്വയം തെളിയിച്ച ഒരാൾ ഗുരു എന്ന നിലയിൽ നിന്നും തിരസ്കരണത്തിന് അർഹനാണ്. ബ്രാഹ്മണർ ഗുരുക്കന്മാരാണ്. പക്ഷെ ഇവിടെ അശ്വത്ഥാമാവ് എന്തല്ല, യഥാർത്ഥ ബ്രാഹ്മണനല്ല, അല്ലെ? ഇപ്പൊ ബ്രാഹ്മണ ബന്ധുവാണ്. അതുകൊണ്ട് എന്താണ്, ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് അയാളെ ഒഴിവാക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. തിരസ്കരിക്കുക എന്ന് വെച്ചാൽ അതിൽ നിന്ന് പുറത്താക്കുക. അതിന് അയാൾ അർഹനാണ്. അയാൾ അത് അർഹിക്കുന്നു എന്നാണ്. ഒരു ഗുരുവിനെ ആചാര്യനെന്നും വിശേഷിപ്പിക്കുന്നു. ദ്രോണ ആചാര്യൻ എന്നാ പറയുന്നത്, അല്ലെ? ആചാര്യൻ എന്ന ശാസ്ത്രങ്ങളുടെ സാരം അത്രയും സ്വയം സ്വാംശീകരിക്കുകയും സ്വശിഷ്യന്മാരെ അവയെ അനുവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്ത വ്യക്തി എന്നർത്ഥം. ഇപ്പൊ ആചാര്യൻ ആരാണ്? എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളും പഠിക്കുന്നു, വേദങ്ങൾ, ഉപനിഷത്തുകൾ, അങ്ങനെ എല്ലാം പഠിക്കുന്നു. ഇവിടെയാണെങ്കിൽ ആയോജന വിദ്യ എന്ന ശാസ്ത്രവും പഠിക്കുന്നുണ്ട്. അതാണ് ദ്രോണാചാര്യർ ചെയ്തത്. അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി സ്വാംശീകരിക്കുക എന്ന് വെച്ചാൽ ഉൾക്കൊണ്ട് എന്ത് ചെയ്യുന്നു? സ്വന്തം ശിഷ്യന്മാരെ അതേപോലെ പഠിക്കാനായിട്ടും അത് പാലിക്കാനായിട്ടും സഹായിക്കുന്ന ആളാണ് ആചാര്യൻ. ഒരു ബ്രാഹ്മണൻ അഥവാ ഗുരു എന്ന നിലയിൽ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ അശ്വത്ഥമാവ് പരാജയപ്പെട്ടു. ഇപ്പൊ അയാള് നീചമായ പ്രവൃത്തി ചെയ്തത് കൊണ്ട് അയാൾ ബ്രാഹ്മണൻ ആകുന്നില്ല, ഗുരു ആകുന്നില്ല. ആകയാൽ ബ്രാഹ്മണൻ എന്ന ഉദാത്ത പദവിയിൽ നിന്നും ഉയർന്ന ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിൽ നിന്നും അശ്വത്ഥാമാവ് തിരസ്കാര യോഗ്യനാണ്. അയാള് ഇതാണ്, ഈ പദവിയിൽ നിന്നും തിരസ്കരിക്കണം, പുറത്താക്കണം. ഈ വസ്തുതകളെയൊക്കെ പരിചിന്തിക്കിയാൽ ഇരുവരും, അതായത് ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും അശ്വത്ഥാമാവിന് നീതിപൂർവം ദണ്ഡനാർഹനെന്ന് വിധിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, പക്ഷെ അർജുനൻ വധിക്കാൻ തയ്യാറായില്ല, അല്ലെ? എന്നാലും എന്താണ്, വധിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല, അല്ലെ? വധിച്ചുമില്ല, വധിക്കുന്നില്ല എന്ന് പറഞ്ഞതുമില്ല. അപ്പൊ ഏതാണ്, നീതിപൂർവം ചെയ്യേണ്ടതാണ് ഇയാൾക്ക് ശിക്ഷ കൊടുക്കേണ്ടത്. അത് ശാസ്ത്രങ്ങളും എല്ലാം അത് പറയുന്നുണ്ട്. അയാൾ ദണ്ഡനത്തിന് അർഹനാണെന്ന്. എന്നാൽ സദ്ഗുണ സമ്പന്നയായ ദ്രൗപദിയെ പോലുള്ള ഒരു സ്ത്രീ ഈ വിഷയത്തെ